നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ പ്രതീക്ഷിച്ചത് സംഭവിച്ചു. ചെൽസി അവരുടെ കോച്ച് എൻസോ മാരസ്കയെ പുറത്താക്കിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ചെൽസിക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെ പരിണിത ഫലം എന്ന വണ്ണം അദ്ദേഹത്തിന് പുറത്തേക്കുള്ള വഴി കണ്ടിരിക്കുന്നു. കഴിഞ്ഞൊരു 48 മണിക്കൂറിനിടക്കാണ് ഇത്രയധികം സംഭവവികാസങ്ങൾ ഉണ്ടായത്. ഒടുവിൽ ചെൽസിയുടെ ബോർഡ് ഇന്ന് കൂടി അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയും ചെയ്തു. ആ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം നമുക്ക് നോക്കാം. ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ആൻഡ് ഹെഡ് കോച്ച് എൻസോ മാരസ്ക ഹാവ് പാർട്ടഡ് കമ്പനി എന്നാണ് അവരതിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നേടിയിട്ടുള്ള നേട്ടങ്ങളെ അവർ ഓർക്കുന്നുണ്ട്. അതായത് യുവേഫ കോൺഫറൻസ് ലീഗിലും ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലും ടീമിനെ മുത്തമിടിക്കാൻ എൻസോ മാരസ്കയ്ക്ക് കഴിഞ്ഞു. ആ അച്ചീവ്മെൻറ്റ്സ് എക്കാലത്തും ക്ലബിൻ്റെ ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിക്കും എന്നും സ്റ്റേറ്റ്മെൻറ്റിൽ എടുത്തു പറയുന്നു. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ഒപ്പം തന്നെ with key objectives still to play for across 4 competitions. അതിൽ ഇൻക്ലൂഡിങ് ചാമ്പ്യൻസ് ലീഗിലേക്കുള്ള ക്വാളിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുമ്പോൾ എൻസോയും ക്ലബ്ബും വിശ്വസിക്കുന്നു ഒരു ചേഞ്ച് അത്യാവശ്യമാണ്. എങ്കിലാണ് ഈ സീസൺ വീണ്ടും ട്രാക്കിലാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വഴിപിരിയൽ. വി വിഷ് എൻസോ വെൽ ഫോർ ദി ഫ്യൂച്ചർ. അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും ഭാവിയിലേക്ക് ക്ലബ്ബ് നേരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള സുപ്രധാനമായ ചോദ്യം ആരായിരിക്കും പകരം കോച്ച് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ വ്യക്തതയൊന്നുമില്ലെങ്കിലും ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനോ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ചെൽസി അവരുടെ പുതിയ മാനേജർ അധികം വൈകാതെ തന്നെ അപ്പോയിൻ്റ് ചെയ്യും. അതിന് ഒരു ആഴ്ചയിലധികം സമയമൊന്നും എടുക്കാൻ പോകുന്നില്ല. ക്ലബ്ബ് ഇപ്പോൾ അതാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിയാം റോസ്നിയർ അദ്ദേഹത്തെ ഇപ്പോൾ ഇൻറ്റേർണലി ഹൈലി റേറ്റഡ് ആയിട്ട് കണക്കാക്കുകയാണ് ഈ ഒരു ജോബിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അമംഗ് ദി കണ്ടൻറ്റേഴ്സ് ഉണ്ട്. സോ അദ്ദേഹത്തിന് നറുക്ക് വീഴുമോ എന്നുള്ളത് കണ്ടറിയണം. അധികം വൈകാതെ വരും ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം വരും എന്നാണ് ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ കൃത്യമായിട്ട് പറയുന്നത്. എന്തായാലും എൻസോ മാരസ്കയുടെ കാലഘട്ടം കിരീടങ്ങളുടേതായിരുന്നു എന്നുള്ളത് മറക്കണ്ട. അദ്ദേഹം ഇറ്റാലിയൻ കോച്ചാണ്. അദ്ദേഹത്തിന് 45 വയസ്സ് പ്രായം, അധികം പ്രായമൊന്നുമില്ലാത്തൊരു കോച്ചായിരുന്നു. അദ്ദേഹം ചെൽസിയുടെ കോച്ചായിട്ട് വന്നത് 2024 2024 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തിൽ ചെൽസിയെ പരിശീലിപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ ക്ലബ്ബ് നേട്ടങ്ങളുണ്ടാക്കി. പക്ഷെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ചെൽസിയെ പോലൊരു ക്ലബ്ബിൽ സ്ഥിരം വിജയിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് റിസൾട്ടുകൾ മോശമായി വന്നപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.